നമസ്കാരം, ഏവൻ ന്യൂസിലേക്ക് സ്വാഗതം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപുഴ പട്ടണത്തിൽ പുതിയ ട്രഷറി കെട്ടിടം ജനകീയ സംരംഭത്തിലൂടെ സ്ഥലത്ത് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം അല്പസമയത്തിനകം തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവർ നിർവഹിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി പുതുതായി നിർമ്മിക്കുന്ന സബ് ട്രഷറിയുടെ ശിലാസ്ഥാപന കർമ്മം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ MLA മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ രമാദേവി KG റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി സ്വീകരിച്ചു. ഉദ്ഘാടന ചടങ്ങിൻ്റെ കാഴ്ചകൾ കാണാം. പന്ത്രണ്ടിലാണ് ചെറുപുഴ സബ് ട്രഷറി പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. അന്ന് 2011 ഞാനന്ന് കണ്ണൂർ ജില്ലാ ട്രഷറി ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന അവസരത്തിലാണ് നിലവിലുള്ള കെട്ടിടം പരിശോധിച്ച് അനുയോജ്യ പത്രം സർക്കാരിനെ സമർപ്പിക്കുകയും 2012 അതിനെ ട്രഷറിയുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ 2021 മെയ്ക്ക് ശേഷം ഏകദേശം 28ഓളം സബ് ട്രഷറികൾ സംസ്ഥാനത്തുണ്ടാകെ പുതിയ കെട്ടിടങ്ങൾ സബ്സിഡികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 35ഓളം ട്രഷറികളുടെ നവീകരണം സബ് ട്രഷറി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ജില്ലാ ട്രഷറികളായിക്കോട്ടെ, ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസർ ആകട്ടെ, 35ഓളം ട്രഷറികളുടെ നവീകരണം ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ഈ ഒരു വർഷം 25-26 സാമ്പത്തിക വർഷം തന്നെ 22ഓളം ട്രഷറികളുടെ നിർമ്മാണം, അതിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യ ഉദ്ഘാടനമാണ് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർവഹിക്കുന്നത്. അതിന്റെ തറക്കല്ലിന്റെ ചടങ്ങ് ഇന്നാണ് ആരംഭിക്കുന്നത്. 22 ട്രഷറിയുടെ അതിന്റെ ആദ്യ തറക്കല്ലിന്റെ ചടങ്ങാണ് ചെറുപുഴ സബ് ട്രഷറിയിൽ നടക്കുന്നത്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ ഇതിന്റെ ശ്രമഫലമായിട്ട് 5 സെന്റ് സ്ഥലം അവരുടെ ട്രഷറി ഡയറക്ടറുടെ പേരിൽ ചെയ്തു കൊടുക്കുകയും HLL ലൈഫ് കെയർ എന്ന ലിമിറ്റഡ് പദ്ധതിയുടെ 1,66,10,202 രൂപ അടങ്കൽ തുകയ്ക്ക് കെട്ടിട നിർമ്മാണം 9 മാസത്തിനുള്ളിൽ നടത്തിക്കൊടുക്കും എന്നുള്ള വ്യവസ്ഥയിൽ ഇന്ന് ശിലാസ്ഥാപനം നടത്തുന്ന ചെറുപുഴ ട്രഷറി നടത്തുകയാണ്. ധനകാര്യ മന്ത്രി ശിലാസ്ഥാപനം നടത്തി 9 മാസത്തിനകം ചെയ്ത് കിട്ടും എന്നുള്ള ഉറപ്പ്. അതായത് 9 മാസത്തിനോട് കെട്ടിട യാഥാർത്ഥ്യമായ ജീവനക്കാർക്കും ആയിരക്കണക്കിന് ഇടപാടുകാർക്കും ഒരുപോലെ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കുന്നതിനും സൗകര്യപ്രദമാകുമെന്ന് പ്രതീക്ഷിച്ചു. അതായത് ധനകാര്യ മന്ത്രിയുടെ സ്വന്തം നാട്ടിലെ ഒരു ജീവനക്കാരിയാണ് ഞാൻ. എനിക്ക് അതിന്റെ ഒരു പ്രത്യേക ഒരു ചാരിതാർത്ഥ്യം കൂടെ ഉണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ വന്ന് ഇങ്ങനെയൊരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിന് ഞാൻ അഭിമാനമായി കരുതുന്നു. ഈ റിപ്പോർട്ട് ഞാൻ അവതരിപ്പിക്കുന്നു. അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് പയ്യന്നൂരിന്റെ പ്രിയപ്പെട്ട MLA ശ്രീ TI മധുസൂദനൻ അവരുടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ട്രഷറിക്ക് സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറുപുഴ ഭൂമി ലഭ്യതയിൽ കുറേയേറെ പരിമിതിയുള്ളൊരു സ്ഥലമാണ്. ഭൂമിക്ക് നല്ല വിലയും ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ സബ് ട്രഷറിക്ക് എവിടെയാണ് ഒരു സ്ഥലം ഉണ്ടാവുക?
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രസിഡന്റുമാരാണ് ഈ സ്ഥല സൗകര്യം ഒരുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ KD അഗസ്റ്റിൻ ഈ വേദിയിലുണ്ട്. KF അലക്സാണ്ടർ മാസ്റ്റർ, നമ്മളെല്ലാവരും രാജ്യ മാസ്റ്റർ എന്ന് വിളിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തതിനെ തുടർന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം കാര്യങ്ങളിൽ അതിവേഗതയിൽ നാടിൻ്റെ വികസന കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടു വന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണഫലം ഇന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പരിമിതി ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പഞ്ചായത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കർണാടക ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ചെറിയ ഭൂമി തർക്കങ്ങളൊക്കെയുള്ള റവന്യൂവിലൊക്കെ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമായി ഗവൺമെൻറ് മുന്നിലും പഞ്ചായത്ത് എന്ന നിലയ്ക്കും കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. സമഗ്രമായിട്ടുള്ളൊരു വികസന മുന്നേറ്റം ഈ ഒരു കാലയളവിൽ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ നമുക്കെല്ലാവർക്കും അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിലല്ല കാണുന്നത്. എല്ലാവർക്കും ഗുണപരമാകുന്ന നിലയിൽ നാടിൻ്റെ വികസനത്തിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ്, പശ്ചാത്തലത്തിലാണ് ചെറുപുഴ സബ് ട്രഷറിയുടെ കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലം കുറേയേറെ പരിമിതികളുണ്ടായില്ല. പാർക്കിങ്ങിൻ്റെ സൗകര്യം വേണം, ഒരു കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണം. പക്ഷേ പരിമിതികൾ മറികടന്ന് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പല രീതിയിലും ഒരുക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു ആവശ്യം നേരത്തെ ഉന്നയിച്ചു. വളരെ അനുഭാവപൂർവമായിട്ടുള്ള നിലപാട് അദ്ദേഹം കൈക്കൊണ്ടുപോകും. ആ നിലയിലാണ് ഈ ദിവസം അതിന് തറക്കല്ലിടണം. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞു 9 മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കി. പെൻഷനേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ എത്രമാത്രം താല്പര്യവും ഉത്സാഹവും ഈ കാര്യത്തിൽ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷം മുൻപാണ് പയ്യന്നൂർ സബ് ട്രഷറിക്ക് സ്വന്തമായിട്ടുള്ള കെട്ടിടം, പഴയത് പൊളിച്ചു മാറ്റിയിട്ട് സ്വന്തമായിട്ടുള്ള കെട്ടിട സംവിധാനം ഉണ്ടാക്കിയത്. ഏറെ ആളുകൾ വന്നു ചേരുന്ന, പ്രത്യേകിച്ചും മുതിർന്ന തലമുറയിലുള്ളവർ വന്നു ചേരുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ആ ഒരു സൗകര്യത്തെ ഏറ്റവും നല്ല നിലക്ക് എല്ലാവർക്കും ഗുണപരമാകുന്ന നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ട്രഷറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ. പയ്യന്നൂരിൻ്റെ അനുഭവം അതാണ്, ചെറുപുഴയിൽ വരാൻ പോകുന്ന ട്രഷറിയുടെ അനുഭവം അത് തന്നെയായിരിക്കും. അതിവേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള നിരന്തരമായിട്ടുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളും ഇത് സംബന്ധിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഉറപ്പ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികൾ എന്ന നിലയിലും ഉണ്ടാവുക. ഇന്നത്തെ ദിവസം വലിയ സവിശേഷതകളുള്ളൊരു ദിവസമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ആ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാന തലത്തിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെയാണ് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ. ഓരോ ജില്ലയിലും 14 ജില്ലകളിലും ഈ ആഘോഷ പരിപാടികൾ വലിയ നിലയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാസർഗോഡ് ജില്ലയിലെ പരിപാടി സംസ്ഥാനത്തെ ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് അവിടെ പ്രദർശന വിപണന മേളയും വലിയ ബഹുജന കേന്ദ്രീകരണവും ഒക്കെയുള്ള വളരെ വൈവിധ്യമുള്ള ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളുമായിട്ട് നടന്നു വരികയും മെയ് മാസമാണ് കണ്ണൂർ ജില്ലയിൽ ഈ 4ാം വാർഷികത്തിൻ്റെ പരിപാടി വരുന്നത്. കണ്ണൂരിൽ 250-ലധികം സ്റ്റാളുകളാണ്
അവിടെ തയ്യാറാക്കുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടേത്, ചെറുപുഴയിൽ ഉൾപ്പെടെയുള്ള കുടുംബശ്രീയും മറ്റ് സന്നദ്ധ പ്രസ്ഥാനങ്ങൾ, കൈത്തറി, ഖാദി ഒക്കെ പോലുള്ള പരമ്പരാഗത വ്യവസായ രംഗം, MSMEയുടെ യൂണിറ്റുകൾ എല്ലാമായി എന്താണ് കേരളം എന്നത് കാട്ടിക്കൊടുക്കാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള പ്രവർത്തനമാണ് ഈ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യം, ഞാനതിൻ്റെ രാഷ്ട്രീയ വശമല്ല സൂചിപ്പിക്കുന്നത്, ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് മുഴുവൻ മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ ചെന്ന് ജനങ്ങളെ കാണുകയും ജനങ്ങളുടെ വികാരങ്ങൾ അറിയുകയും അവരുടെ പരാതി കേൾക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള നവകേരള സദസ്സ് കുറച്ച് മുൻപ് കേരളത്തിലാണ്. ട്രഷറിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി നടത്തിയത്. മറ്റു പല ട്രഷറികളും പുതിയ കെട്ടിടം പഴയ കെട്ടിടം പൊളിച്ചു പണിയുന്നതാണ് പലയിടത്തും നടക്കുന്നതെങ്കിൽ ഇവിടെ സ്ഥലം സ്വന്തമായിട്ടില്ലായിരുന്നു, വാടക കെട്ടിടമായിരുന്നു എന്നുള്ള പരിമിതി ഉണ്ടായിരുന്നു. ആ വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തമായി ട്രഷറിയുടെ കെട്ടിടം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നാട്ടുകാർ, ജനങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനത്തിന് ആവശ്യമായ 5 സെന്റ് സ്ഥലം ട്രഷറി വകുപ്പിന് വാങ്ങി നൽകിയിട്ടുള്ളത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും സ്ഥലവും പഞ്ചായത്തിൻ്റെ ചേർന്ന് തന്നെയാണ് പഞ്ചായത്ത് അത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് താഴെ കൂടിയും വരാം, മേലെ കൂടിയും അവിടെ വരാം. 2 നില ആവുമ്പോൾ സത്യത്തിൽ രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള സ്ഥലം കിട്ടും. അതിൻ്റെ ഡിസൈൻ അതനുസരിച്ച് തന്നെയായിരിക്കും അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ട്രഷറികൾ വന്നതല്ല, വളരെ സൗകര്യത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ട്രഷറിയുടെ ഏറ്റവും വലിയ ബന്ധുക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുന്നിലിരിക്കുന്ന പെൻഷൻ വാങ്ങുന്നവരുണ്ട്. പെൻഷനേഴ്സാണ് ട്രഷറിയുടെ ഏറ്റവും വലിയ ആത്മാവ്, അവിടുത്തെ ഏറ്റവും സജീവമായ പങ്കാളിത്തം. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൂടിയാണ് നമ്മൾ ഈ ട്രഷറി കെട്ടിടങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ചില സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ ട്രഷറിയിലും 2ാം നില ആവരുത് പൊതുവിൽ ബിസിനസ് എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചേക്കുന്നത്. അതുപോലെ ട്രഷറി കൃത്യമായിട്ട് മാസത്തിലൊരിക്കലും 1-2 ദിവസം വരുന്നതാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാർ കഴിഞ്ഞാൽ പെൻഷൻകാരാണ്. വീട്ടിൽ കിട്ടും പെൻഷൻ, പോസ്റ്റ്മാൻ കൊടുത്തരും. പക്ഷെ എന്തിനാ ട്രഷറി വരുന്നത്? ഒരുമിച്ച് എല്ലാവരും കാണുക, ഒരു ദിവസത്തെ ആ പഴയ സൗഹൃദം എല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ചൊന്ന് വന്ന് പെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ച് പോവാന്ന് പറയുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പിംഗ്. നമുക്ക് പൊതുവിടം എന്ന് പറയുന്ന തരത്തിൽ പെൻഷനായവർക്ക് വസതി വലിയ റിട്ടയർ ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ല, നമുക്കെല്ലാം അറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ 56 വയസ്സിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ഏതല്ല, നല്ല ആരോഗ്യത്തോടെയാണ് നമ്മൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്നതിനേക്കാൾ വേറെ കാലം പെൻഷൻ വാങ്ങുന്നതുമാണ് കേരളത്തിലെ പ്രത്യേകത. അത്രയും നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യ സംരക്ഷണമുണ്ട് സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പുറത്തു വരുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് പെൻഷന് പോകാൻ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് ചേരും. അത് വലിയ സൗഹൃദ സംഘങ്ങളാണ്, നമുക്കറിയാം. അതുകൊണ്ടെല്ലാം ട്രഷറിയിലെ സൗകര്യങ്ങൾക്ക് ചില സംഘടനകൾ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾ ട്രഷറിയുടെ കാര്യത്തിനകത്ത് ഒരു കാര്യം വളരെ നിർബന്ധപൂർവ്വമായിട്ടുള്ള നിലപാടെടുത്തത്, ട്രഷറി എല്ലാവർക്കും പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന അവസ്ഥ വേണ്ട താരമാണ്. 2ാമത്തെ കാര്യം, എല്ലാ ട്രഷറിയിലും ബിസിനസ്സിലായിട്ട് അവിടെ പോയി നിന്നിട്ട് മേടിച്ചോണ്ട് പോലല്ല, ഇരിക്കാൻ നല്ല സ്ഥലം വേണം. ഒരു നല്ല സെറ്റോ ഇരിക്കാൻ പറ്റുന്ന കസേരകളോ വേണം. കുടിക്കാൻ നല്ല ശുദ്ധജലം അവിടെ കിട്ടണം. വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ ടോയ്ലറ്റ് വേണം. ഓഫീസ് ടോയ്ലറ്റും പലതും കണ്ടത്തിലുള്ള ഓഫീസിൽ ടോയ്ലറ്റൊക്കെ കുറവാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ആവശ്യത്തിന് ടോയ്ലറ്റ് ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനല്ല. ട്രഷറി പോലുള്ള സ്ഥലങ്ങളിൽ വരുന്നത് പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് സൗകര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഡിസൈനിലുണ്ട്. ഈ ഡിസൈൻ ഞാൻ കണ്ടില്ല, ഡിസൈനിലുണ്ട്. പൊതുവെ അത് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ തയ്യാറാക്കിയത്. പയ്യന്നൂരിന്റെ ട്രഷറി കെട്ടിടം വളരെ സൗകര്യമുള്ളതാണ്. അവിടെ നല്ലൊരു കോൺഫറൻസ് നടത്താനുള്ള ഹാൾ ഉൾപ്പെടെയുണ്ട്. ഇച്ചിരി അധികം സൗകര്യത്തിൽ തന്നെയാണ് നമ്മുടെ ബിൽഡിങ്ങുകൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സൗകര്യത്തിൽ ട്രഷറിയുടെ കെട്ടിടം വരും.
അപ്പൊ ഇവിടെ ഈ ചെറുപുഴ പ്രദേശത്ത് ഒന്നുകൂടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ട്രഷറി വലിയ സഹായമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ ഈ ട്രഷറിയിലെ 3 ഗ്രാമപഞ്ചായത്താണ്. ചെറുപുഴ, എരമംകുറ്റൂർ, പെരിങ്ങോം, വയക്കര ഗ്രാമപഞ്ചായത്ത് ആണ് ഇതിന്റെ മേഖല വരുന്നത്. പൊതുവിൽ കാസർഗോഡിന്റെ അതിർത്തിയിലുള്ള ആളുകളും അല്ലെങ്കിൽ ആ ജില്ലയുണ്ടെങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് വരുന്ന ധാരാളം പെൻഷൻകാരുണ്ട്. 500-ലധികം പെൻഷൻകാരും 64 DDOമാരും ഇവിടെ ഇടപാട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഈ ട്രഷറിയുടെ ഒരു ബിസിനസിന്റെ സ്വഭാവം. ഏകദേശം 47 കോടി രൂപയാണ് നിക്ഷേപവും 2 കോടി 3 കോടി കണക്ക് മാസ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നോക്കുമ്പോൾ 5 കോടിയോളം രൂപയുടെ ബിസിനസ് നടക്കുന്ന 9 പേര് ജീവനക്കാരെ ജോലി ചെയ്യുന്ന ഈ ട്രഷറി വാസ്തവത്തിൽ ഈ മേഖലയിലെ ആളുകൾക്ക് വളരെ സഹായകരമായി സാമ്പത്തിക കാര്യങ്ങളിൽ സഹായകരമായ ഒന്നാവും. കേരളത്തിലെ ട്രഷറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രഷറികളിൽ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യമുള്ള ട്രഷറി എന്ന് പറയാം. 25 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ രീതി വന്നിട്ട് അതിന് മുമ്പേ നമുക്ക് ട്രഷറി ഉണ്ടായിരുന്നു. ട്രഷറി ഒരു മ്യൂസിയം തുടങ്ങണമെന്ന് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പഴയ ട്രഷറിയുടെ ആ സംവിധാനം പല ട്രഷറിയിലും പണ്ട് ഈ കറുപ്പെന്ന് പറഞ്ഞാൽ മരുന്നാണ്. കറുപ്പ് മയക്കുമരുന്നാണെങ്കിൽ മരുന്ന് കൂടിയാണ്. കറുപ്പ് സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട്, അത് നോക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. രാജഭരണകാലത്തൊക്കെ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ പല സാധനങ്ങൾ നിൽക്കുന്ന സംഭവങ്ങൾ പലതുണ്ട്. അപ്പൊ ട്രഷറി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മുതൽ മടിശീലക്കാരനാണ് ട്രഷറി ജോലി നോക്കുന്ന ഖജനാവ് സൂക്ഷിക്കാരനെ പറഞ്ഞത്. മുളക് മടിശീലക്കാരൻ, മുളകാണല്ലോ വിലയുള്ളത്, കുരുമുളക്. അതുകൊണ്ടാണ് മുളക് മുളകിന് കിട്ടുന്ന മടിശീല സൂക്ഷിക്കുന്നത്. അത് മുളക് മടിശീലക്കാരൻ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ പോസ്റ്റ് വലിയ പോസ്റ്റാണ്. അവിടുത്തെ ട്രഷറിയൊക്കെ നോക്കുന്നുണ്ട്, ഖജനാവ് നോക്കുന്ന ആളാണ്. അപ്പോൾ ട്രഷറി ആ വലിയ ചരിത്രമുണ്ട്. ഇപ്പോഴത്തെ ആധുനിക കേരളത്തിലെ ട്രഷറി സംവിധാനം വന്നിട്ട് 3 വർഷമായി. ഈ ട്രഷറിയുടെ ഒരു വലിപ്പം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്കിങ് അല്ലെങ്കിൽ ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാളും ബിസിനസ് നടത്തുന്നതാണ് ട്രഷറി. അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിന്റെ ബിസിനസ് എല്ലാം കൊണ്ട് 2.5 ലക്ഷം കോടി രൂപയിലധികം 2.5-3 ലക്ഷം കോടി രൂപയുടെ അടക്കം ബിസിനസ് നടക്കുന്നത്. എല്ലാം ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത് തിരിച്ചു വരുന്നതാണ് ബിസിനസ് ടേൺ ഓവർ. നമുക്ക് ധാരാളം 10 ലക്ഷം നമ്മുടെ സർക്കാർ ജീവനക്കാരൻ 5 ലക്ഷത്തോളം പേര് ശമ്പളം മേടിക്കുന്ന അക്കൗണ്ടുണ്ട്. പെൻഷൻകാരുടെ 6 ലക്ഷത്തോളം ഉണ്ട്. ഇതുകൊണ്ട് മാത്രമല്ല ട്രഷറിയുടെ ഗുണം. അല്ലാതുള്ള പൊതുജനങ്ങൾക്ക് ട്രഷറിയിൽ നിക്ഷേപിക്കാം. പലപ്പോഴും അറിയില്ലതാണ്. പൊതുജനങ്ങൾക്ക് ട്രഷറി നിക്ഷേപിക്കാം എന്ന് മാത്രമല്ല, നമ്മുടെ ബാങ്കുകളിലെ പലിശയെക്കാളും പൊതു നിക്ഷേപങ്ങൾക്ക് അല്പം കൂടി പലിശ അധികമുള്ള സ്കീമുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷിതത്വമാണ്. ട്രഷറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെന്റും ഗവൺമെന്റ് ആണല്ലോ. ഒരു നാട്ടിനെ സംബന്ധിച്ച് അവസാന ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി നേരിട്ട് ഗവൺമെന്റ് ആണ്. അപ്പൊ ട്രഷറിയില് ഈ പൊതുജനങ്ങൾക്ക് ട്രഷറി നിക്ഷേപം ചേരാം. ഈ ട്രഷറി നിക്ഷേപം ചേരുമ്പോൾ എന്താ ഇതിന്റെ സൗകര്യങ്ങൾ എന്താണെന്നുള്ള സംശയം തോന്നാം. മുൻപൊക്കെ ആണെങ്കിൽ ട്രഷറിയില് നേരിട്ട് പോകണം പണമെടുക്കാൻ. ഇപ്പൊ അങ്ങനല്ല. ട്രഷറി ഓൺലൈൻ ബിസിനസ്, ഇ ബാങ്കിങ്ങിന്റെ സൗകര്യമുണ്ട്. 1-2 കൊമേഴ്സ്യൽ ബാങ്കുകളുടെ 1-2 കാര്യം ഒഴിച്ച് ബാക്കിയില്ല. ATM കാർഡില്ല. റിസർവ് ബാങ്കിന്റെ കൂടി റിസർവ് ബാങ്കിന്റെ ലിങ്ക് ചെയ്തതാണ് നമ്മുടെ ട്രഷറി സംവിധാനമല്ല. സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നു എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. കടമെടുക്കുന്നതിന്റെ തുക ലിമിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ റിസർവ് ബാങ്ക് കട്ട് ചെയ്യും. അങ്ങനെ ഓൺലൈൻ കണക്ഷനുള്ള സാധനമാണ്. റിസർവ് ബാങ്കിന്റെ ലിമിറ്റിലുള്ള കണക്ടറാണ്. ട്രഷറിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജീവനക്കാർക്ക് നല്ല പരിശീലനമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ സംബന്ധിച്ച പരിശീലനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിലേക്കാണ് ഓരോരുത്തരും അവിടുത്തെ അക്കൗണ്ട് ഓതന്റിക് ആവണമെന്നുള്ളതുകൊണ്ട് ഇത് തമ്പ് ഇംപ്രഷൻ ഉൾപ്പെടെ കൊടുത്തിട്ട് അക്കൗണ്ട് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സെർവറുകളുടെ പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ. ഈ സെർവറിന്റെ സ്ട്രെങ്ത് IT ഇപ്പൊ മൊത്തം ഓൺലൈനാണ്. അപ്പൊ ഏറ്റവും ശക്തമായ സ്വന്തമായ സെർവർ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു. ഈ സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ എല്ലാം റിസർവ് ബാങ്ക് ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ട്രഷറിയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും വേറൊരു ട്രഷറിയിൽ നിന്ന് പണം എടുക്കാം. ഓൺലൈൻ സംവിധാനമായി. ഓൺലൈനായിട്ട് എനിക്ക് ട്രഷറി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നെറ്റ് അക്കൗണ്ട് എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കോ ഫെഡറൽ ബാങ്കിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിലേക്ക് മാറ്റാം. അവിടുന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമുണ്ട്. പലിശയുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസവും വലിയ പുരോഗതിയുള്ള സ്ഥലമാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് അബദ്ധത്തിൽ ചാടുന്ന ആളുകൾ കേരളക്കാരാണ്. അത് പ്രധാനമായിട്ടും സാമ്പത്തിക തട്ടിപ്പിൽ പോയി വീഴുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളക്കാരാണ്. ഞാനറിയാം, പാതി വരെ തട്ടിപ്പ്.
22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് പകുതി വരെ തന്നാൽ നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തൊട്ട് സ്കൂട്ടർ തൊട്ട് അതിനേക്കാൾ വിലയുള്ള സാധനം തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എത്ര കൂടിയാണ് പോയത്. ആ ചെറുപ്പക്കാരന് 22 വയസ്സാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ഇതേപോലെ ഉണ്ട് നടക്കും. ഓരോ മേഖലയിൽ നടക്കുന്നതാണിത്. ഇഷ്ടം പണം കൊടുത്താൽ ഇരട്ടിക്കുമെന്ന് പറഞ്ഞാൽ മലയാളിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. എങ്ങനെ ഈ പണം ഇരട്ടിക്കും എന്നുള്ളതിന് കണക്ക് വേണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റിനകത്ത് തന്നെ ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്ത കാര്യത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. നമുക്ക് പലതിനും ലിറ്ററസി ഉണ്ട്. 100 രൂപ ഇട്ടാലും അത് ഒരു മാസം 100 രൂപ അല്ലെ ഒരു വർഷം 100 രൂപ 100 രൂപ ഇട്ട് 200 രൂപ കിട്ടൂല. ലോകത്ത് ഒരു ബിസിനസ്സിന് അതിനേക്കാളും ഇത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. കൊള്ളയടിക്കാൻ വല്ലതും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ മോഷണത്തിനെ പിടിച്ചോറിക്കല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇല്ല. അത് പിടിച്ചോറി മോഷണം നിയമനമല്ലല്ലോ. നിങ്ങൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും 25 രൂപ വെച്ച് തരാം, അല്ലെ 10 രൂപ വെച്ച് തരാം, ഒരു വർഷം 100 രൂപ എന്ന് പറഞ്ഞാൽ 100% തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിച്ച് പോകുന്നവർ നിങ്ങൾ വിചാരിക്കും പാവപ്പെട്ടവർ സാധാരണക്കാരാണല്ല. സെൻട്രൽ ഗവൺമെന്റ് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.